ഈ ഉദയാസ്തമയ പൂജ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കിനും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ഇപ്പോൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ 10-18 പൂജകൾ ചേർന്നതാണിത്. അപ്പോൾ ഈ ഉദയാസ്തമയ പൂജ എന്ന് പറയുമ്പോൾ പലരും അതിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള പൂജ ഉള്ള സമയത്ത് നടക്കേണ്ട ഓരോ പൂജകളും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരു തരത്തിൽ കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യുന്ന ആഗ്രഹമുഖമോ സങ്കടമോ ആവട്ടെ, അതിനെ ഒരു പൂജയിലൂടെ നമുക്ക് അസ്തമിപ്പിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും സാധാരണ ഒരു പ്രാർത്ഥന എന്ന് തന്നെ നമുക്ക് എടുക്കാം. അതിന് നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 2052 വരെ നമുക്കിത് കിട്ടൂല. കാരണം അത്രയ്ക്ക് തിരക്കുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം, അത് നമുക്ക് ഉണ്ടാകുന്ന സങ്കടമാവാം, എന്തുവാവാം. അപ്പോൾ അതിനെ അസ്തമിപ്പിക്കാൻ ഒരു പൂജയിലൂടെ കഴിയുമെങ്കിൽ അങ്ങനെയും പറയാം. ഞാൻ ഈ വഴിപാടെന്ന് പറഞ്ഞതുപോലെ ഓരോ നേട്ടങ്ങളും ആവാമല്ലോ. ഒരു പരീക്ഷ ജയിക്കുക എന്നുള്ള നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉദിക്കുന്ന ഒരു ആഗ്രഹമാണ്. അത് അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അത് പുഷ്പീകരിക്കുക. സാറേ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം നേട്ടത്തിന് തന്നെയാണ്. ഇപ്പോൾ എനിക്കൊരു രോഗമുണ്ടാകുമ്പോൾ ആ രോഗം ഭേദമാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പരീക്ഷയിൽ വിജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും എൻ്റെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. എനിക്ക് സമ്പത്തുണ്ടാവണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സമയം കൊള്ളാമോ എന്ന് പോയി നോക്കുന്നതും എൻ്റെ നേട്ടത്തിന് വേണ്ടി. കാരണം എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ ഒരാളിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയോ എൻ്റെയോ ഒക്കെ കാര്യത്തിന് വേണ്ടി ചിലപ്പം പ്രാർത്ഥിക്കുന്നുള്ളൂ. അല്ലാതെ സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം മിക്കവാറും ചിലപ്പോൾ ഞാൻ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എല്ലാം അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്.